ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനാസ് ഗുഡ് റെസിപ്പീസ്. ഇന്ന് നമ്മുടെ ചാനലിൽ കൂടി ഫിഷിൻ്റെ ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, അത് അത്യാവശ്യം ടേസ്റ്റി ആയിട്ടുള്ള ഏത് ഡിഷിൻ്റെ കൂടെയും പോകുന്ന ഒരു നല്ല ഫിഷിൻ്റെ ഡിഷാണ്. ടൊമാറ്റോ ഫിഷാണ് ചെയ്യുന്നത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഒരു ബെലൈക്കൺ വരും, അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും, അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അത് നമുക്ക് ഫിഷ് ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 1/2 കിലോ കഷ്ണം മീനാണ്, ഓലക്കുടിയൊക്കെ എന്നാണ് ഈ പ്രദേശങ്ങളിൽ അറിയപ്പെടുന്നത്. അതിൽ നമുക്ക് ഉപ്പിടാം. 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കോൺഫ്ലോർ ഇല്ലെങ്കിൽ നമുക്ക് മൈദ എടുക്കാം. നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഇത് മാരിനേറ്റ് ചെയ്ത് ഏകദേശം അരമണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഇതിൻ്റെ മസാലകളെല്ലാം ഇതിലോട്ട് പിടിക്കാനായിട്ട്. നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ചെയ്യാം. പാത്രത്തിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ കുറച്ച് കറിവേപ്പില വിതറിയിട്ടുണ്ട്. അര കിലോ ഫിഷാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷെല്ലാം ഷാലോ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ വഴറ്റിയെടുക്കാം. ഞാൻ 2 ചെറിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഗ്രേവി കുറച്ച് മതിയെങ്കിൽ ഒരെണ്ണം എടുക്കുക. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചേർക്കുന്നുണ്ട്, 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ. വഴന്ന് വെക്കാം. മീൻ വറുത്ത എണ്ണ ബാക്കിയുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. കുറച്ചുകൂടെ ഫ്ലേവർ നമ്മുടെ കറിക്ക് കിട്ടും. 3 തക്കാളി, 3 ടൊമാറ്റോയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കറിയുടെ പേര് ടൊമാറ്റോ ഫിഷാണല്ലോ. എല്ലാം കൂടി ഒന്ന് വഴന്ന് വരട്ടെ. എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. ഇപ്പോൾ ഓൾറെഡി ടൊമാറ്റോ ഫിഷ് ആയതുകൊണ്ട് നല്ലൊരു ബ്രൈറ്റ് കളർ ഉണ്ടാവും. പിന്നെ നമ്മൾ എക്സ്ട്രാ കാശ്മീരി ചില്ലി ചേർക്കേണ്ട ആവശ്യമില്ല. അര ടീസ്പൂൺ കുരുമുളക് പൊടി, 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുക്ക് ചെയ്യാം. നമുക്ക് ഇതിലോട്ട് ഷാലോ ഫ്രൈ ചെയ്ത മീനും കൂടി ഇട്ട് കൊടുക്കാം. ഗ്രേവിക്ക് കൊഴുപ്പിട്ട് 1 ടീസ്പൂൺ കോൺഫ്ലോർ, ഏകദേശം 1/4 കപ്പ് വെള്ളമുണ്ട്, അത് കലക്കി നമുക്കൊന്ന് ചേർക്കാം. നമ്മുടെ കറി
ഒരു ചാറുകറിയല്ല, ഒരു കുറച്ച് ഗ്രേവിയുള്ള ഒരു റോസ്റ്റ്, സെമി ഗ്രേവി റോസ്റ്റ്. കുക്കായി വരട്ടെ. ഇലകൾ, കറിവേപ്പിലയും മല്ലിയിലേക്ക് നമുക്ക് നല്ല രീതിയിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ടൊമാറ്റോ കെച്ചപ്പാണ്. രണ്ട് വലിയ ടേബിൾ സ്പൂൺ. ഇതാണ് നമ്മുടെ കറിയുടെ ഒരു ഹൈലൈറ്റ്. എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യും. അത്യാവശ്യം മധുരമൊക്കെ ഉള്ളതുകൊണ്ട് ഏത് ഡിഷിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ്. മീനൊക്കെ നമ്മൾ എപ്പോഴും തന്നെ വീട്ടിൽ വാങ്ങുന്നതാണ്. ചാനൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.